ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാർക്ക് ബന്ധമില്ല എന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടില്ല. ഷൈൻ മയക്കുമരുന്നിനടിമ, അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. നിലവിൽ ഇവർക്കെതിരെ തെളിവില്ല, വേണ്ടിവന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും അശോക് കുമാർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. ഷൈനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ആ ഡ്രഗ് അഡിക്റ്റിനെ നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്. അന്നേരം ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. 3 പേരെയും വിട്ടയച്ചിട്ടുണ്ട്. എന്താണ് കൂടുതലായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്? വിജിത്ത്, 2 നടന്മാരെയും മോഡലിനെയും ഏകദേശം 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. പറയത്തക്ക തെളിവുകളൊന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസും, അതായത് നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള തെളിവുകളൊന്നും, പറയത്തക്ക തെളിവുകൾ ലഭ്യമായിട്ടില്ല. വേണ്ടി വന്നാൽ ഇവരെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില വിവരങ്ങൾ, പെൺവാണിഭ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ തന്നെ ഈ മോഡൽ സൗമ്യയിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ പക്ഷേ ഔദ്യോഗികമായി തന്നെ എക്സൈസിന്റെ പരിധിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട് അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ വ്യക്തമാക്കിയിട്ടില്ല. അത്തരം വിവരങ്ങൾ പോലീസിനോ ബന്ധപ്പെട്ട ഏജൻസികൾക്കോ അടക്കം കൈമാറും. എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമില്ല എന്നാണ് എക്സൈസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. പക്ഷേ ഷൈൻ ഒരു അഡിക്റ്റാണ്, ലഹരി അഡിക്റ്റാണ്, ഡ്രഗ് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഷൈനും കൂടി ആവശ്യപ്പെട്ടു ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറണം. അങ്ങനെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ഇന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു മാനസാന്തരത്തിന് തയ്യാറായി ഷൈൻ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഈ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചത് ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ഇടപാടുകളല്ല എന്ന് മാത്രമാണ് എക്സൈസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇത് അന്വേഷണത്തിൽ ഒരു ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. 2ാം ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് നിലവിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ ഹാജരാകുന്നത് ബിഗ് ബോസിന്റെ താരം ജിൻഡോയാണ്. ജിൻഡോയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ ഒരു നിർമ്മാണ സഹായ ജോഷി കൂടി നാളെ ഇവിടെ എക്സൈസിന്റെ ആസ്ഥാനത്ത് ആലപ്പുഴയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കും. ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രമുഖരായതുകൊണ്ട് മാത്രമാണ് ഇവരെ ആദ്യം വിളിപ്പിച്ചതെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഈ ഇടപാടുകൾ തസ്ലീമയുമായി, മോഡൽ സൗമ്യയുമായി നടത്തിയ ഇടപാടുകളിലൊന്നും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ എക്സൈസിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇനിയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ ഇപ്പോൾ വിട്ടയച്ച ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇനിയും വിളിച്ചു വരുത്തുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഇത്ര പീരീഡ് കഴിഞ്ഞാൽ, അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലുള്ള ലഹരി കേസുകളൊക്കെ തന്നെ ഇല്ലാതാകും എന്ന് കൂടി എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമ നടപടി കൂടി ഈ വിഷയത്തിലുണ്ട്. ഈ നാളത്തെ ചോദ്യം ചെയ്യൽ രാവിലെ 9 മണിക്ക് ഹാജരാകാനാണ് ഇവരോടും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും പക്ഷേ 1.5-2 മണിക്കൂർ മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെത്തി. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി എത്താനായിരുന്നു അവരുടെ തീരുമാനം. 1 മണിക്കൂറകം തന്നെ വിട്ടയക്കണമെന്നും തനിക്ക് ഉച്ചയ്ക്ക് ശേഷം മടങ്ങി ബാംഗ്ലൂരിലേക്ക് പോകണമെന്നൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടു. പക്ഷേ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാതെ ഇവരെ വിടുകയില്ല എന്ന് പറഞ്ഞു. 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് വിശദമായ കാര്യങ്ങൾ, ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ഫോണിൽ വാട്സാപ്പിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളൊക്കെ തന്നെ എണ്ണി പറഞ്ഞുള്ള ചോദ്യാവലിയിൽ കൃത്യമായ മറുപടി ആവശ്യപ്പെട്ടു. ഇതിനിടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു വിഡ്രോവൽ സിൻഡ്രം എന്ന രീതിയിൽ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എന്ന് കൂടി നമുക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചെയ്യൽ ഹാളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്നു, തിരിച്ച് മുകളിലേക്ക് എത്തി. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിന് എക്സൈസ് തന്നെ പറയുകയാണ് ഇയാൾ ലഹരിക്ക് അടിമയാണ്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.